അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന ആഗ്രഹങ്ങളുണ്ടെങ്കിലും, നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം അള്ളാഹു ഉടനടി നടത്തി തരാൻ വേണ്ടി ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു അമല് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു അമല് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹം ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 100 ആഗ്രഹം വരെ നമുക്ക് മനസ്സിൽ നിയത്ത് വെച്ചിട്ട് ചൊല്ലാവുന്നതാണ്. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്നല്ല, രണ്ടല്ല, കണക്കില്ലാതെ നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും. നമ്മൾ പോലും വിചാരിക്കാത്ത സമയങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സാധിപ്പിച്ച് തരും. നമുക്ക് പോലും അത് അത്ഭുതമായിട്ട് മാറിത്തീരും. അത്രക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു ദിക്റാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് 100% വിശ്വസിച്ചുകൊണ്ട് ഇത് ചൊല്ലാവുന്നതാണ്. നമ്മുടെ അള്ളാഹു, നമ്മെ പടച്ച റബ്ബ് നമ്മളെ കൈവിടില്ല എന്നൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. എന്നിട്ട് വേണം നമ്മളിത് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമുക്ക് ഇതിനുള്ള പ്രതിഫലം കിട്ടുകയുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ ചൊല്ലി നോക്കട്ടെ, ഉത്തരം കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ചൊല്ലാൻ പാടില്ല. അപ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടില്ല. നമ്മൾ വിശ്വാസത്തോടു കൂടി നമ്മുടെ അള്ളാഹുവിനെ നമ്മൾ വിശ്വസിച്ച് കൊണ്ട് നമ്മൾ ചൊല്ലുക. എന്നാൽ ഉറപ്പായിട്ട് നമുക്ക് പ്രതിഫലം കിട്ടും, ഫലം കിട്ടും. അത് ഉറപ്പാണ്. അത്രയ്ക്ക് ഗ്യാരണ്ടിയാണ് ഈ ഒരു ദിക്റ്. ഒരുപാട് പേർക്ക്, മക്കളില്ലാത്തവർക്ക് ഈ ദിക്റ് ചൊല്ലിയിട്ട് മക്കളെ കിട്ടിയിട്ടുണ്ട്, പടച്ചിറബ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നല്ല ജോലി കിട്ടിയിട്ടുണ്ട്, ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്, ദുആ ഉത്തരം കിട്ടിയിട്ടുണ്ട്, രോഗങ്ങൾ മാറിയിട്ടുണ്ട്. അള്ളാഹു ദുആ സ്വീകരിച്ചിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ നടന്നു കിട്ടിയവരുണ്ട്. അതുകൊണ്ട് നമ്മുടെയും ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ച് തരും, അത് ഉറപ്പാണ്. ഈ ദിക്റ് നിങ്ങൾ ചൊല്ലേണ്ടത് ഈ രൂപത്തിലാണ്. പൂർണ്ണമായിട്ടും നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക. ഈ ദിക്റ് ചൊല്ലി ദുആ ചെയ്താൽ അള്ളാഹു എനിക്ക് ഉത്തരം തരും എന്ന് ആദ്യം നമ്മൾ വിശ്വസിക്കുക. എന്നിട്ട് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് ജീവിതത്തിൽ പതിവാക്കുക. തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണെങ്കിൽ തഹജ്ജുദിൻ്റെ ശേഷം നിങ്ങൾ ഈ ദിക്റ് ചൊല്ലുക. നിങ്ങൾ സുബഹിൻ്റെ അല്പം മുമ്പ് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക. ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നിങ്ങൾ ചൊല്ലുക. വെറും 20 മിനിറ്റ് മതി ഈ ഒരു ദിക്റ് നമുക്ക് ചൊല്ലിയെടുക്കാൻ വേണ്ടിയിട്ട്. തഹജ്ജുദ് നിസ്കരിച്ച ശേഷം ആദ്യം നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഇഹത്തിലുള്ളയും പരത്തിലുള്ളയും ആവശ്യങ്ങൾ ദുആ ചെയ്യുക. ശേഷം നിങ്ങൾ ഈ ഒരു ദിക്റ് ചൊല്ലുക. നിങ്ങളുടെ ആഗ്രഹം നിറവേറാനും നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഈ ദിക്റ് ചൊല്ലുക. യാ അർഹമർ റാഹിമീൻ, 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 യാ അർഹമർ റാഹിമീൻ എന്ന് നിങ്ങൾ ചൊല്ലുക. ഇത് അള്ളാനെ വിളിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ 1000 തവണയാണ് നിങ്ങൾ ഇത് ചൊല്ലേണ്ടത്. അർദ്ധരാത്രിയിലാണ് നമ്മൾ ചൊല്ലുന്നത്. സുബഹിക്ക് മുമ്പാണ്, തഹജ്ജുദിന് ശേഷമാണ് നമ്മൾ ചൊല്ലുന്നത്. ആ ഒരു സമയമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ശ്രേഷ്ഠമായ ഒരു അമലായിട്ട് ഇത് മാറും. ആ ഒരു സമയത്തിൽ നമ്മൾ 1000 തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇതുപോലെ നിങ്ങൾ ഒരു ദിവസം ചെയ്താലും മതിയാവില്ല. നിങ്ങൾ ദിവസവും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക. ഉറപ്പായിട്ടും അള്ളാഹു നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരും. ഒരു മനുഷ്യൻ്റെ മുന്നിൽ നമ്മൾ തലകുനിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരില്ല, അത് ഉറപ്പാണ്. നിങ്ങൾ ഒരു ദിവസം ചൊല്ലിയിട്ട് ഫലമില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങളൊരു 3, 4, 5 ദിവസം തുടർച്ചയായിട്ട് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിയും. അത്രക്ക് പവർഫുള്ളാണ്. നിങ്ങളിത് മാസങ്ങളോളം നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങൾക്ക് ഇതിനുള്ള മധുരം ഉറപ്പായിട്ടും ഇരട്ടിയായിട്ട് തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. നമുക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ അങ്ങ് കൈവിടരുത്. നമ്മുടെ ജീവിതത്തിൽ ഇത് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടന്നു കിട്ടും. ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയിക്കാൻ പറ്റും. അത്രക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും മുറുകെ പിടിക്കുക. ഇത് ചൊല്ലുന്നവർക്കൊക്കെ അള്ളാഹു അതിൻ്റെതായ പ്രതിഫലം തരട്ടെ. എനിക്കും നിങ്ങൾക്കും അള്ളാഹു ദുആ സ്വീകരിക്കട്ടെ, ആഗ്രഹങ്ങൾ നടത്തി തരട്ടെ. ഇൻഷാ അല്ലാഹ്.